വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ചപ്പാത്തിക്കള്ളി വിഷയം വീഡിയോ കാണിച്ച് തെളിവ് സഹിതം തെളിയിച്ചു എന്ന് ഇന്നത്തെ കോൺവെർസേഷനിൽ ബിഗ് ബോസിനകത്ത് പലരും പറയുന്നതായി കേട്ടു. അതായത് അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചു എന്ന് പറയുന്ന ജിസേലിന്റെ ആരോപണം തെറ്റാണെന്ന് ഹൗസ് മേറ്റ്സിന് നന്നായിട്ട് അറിയാം അല്ലേ? അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് എത്ര നമ്മൾ പ്രൊവോക്കായി നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഒരാളെ ചെയ്യാത്ത കുറ്റത്തിന് അയാൾ അത് ചെയ്തു എന്ന് വിളിക്കുന്നത് ശരിയല്ല. മുമ്പൊരിക്കൽ ജിസേലിന്റെ ആ ഒരു ഉടുപ്പ് കീറിയ സംഭവത്തിൽ ജിസേല് ബാത്റൂമിൽ കയറിയിട്ട് അത് കീറിയതായിരിക്കുമെന്ന് അനുമോൾ പറഞ്ഞ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ വീഡിയോ പറഞ്ഞിരുന്നു, അത് തെറ്റാണ്. ജിസേല് കീറിയത് അനുമോൾ കാണാത്തിടത്തോളം കാലം ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷേപം അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല. അത് തെറ്റ് തന്നെയാണ്. അതുപോലെ ഇന്നലെ ഉൾപ്പെടെ രണ ഫാത്തിമ അനുമോളെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചത് വളരെ മോശമായി പോയി. ഇതിപ്പോ ലാലേട്ടനും ബിഗ് ബോസിനും പ്രേക്ഷകർക്കും ഒരു റെസ്പെക്ട് തരാത്ത പോലെയാണ്. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനറിയാം അങ്ങനെ ഒരു കാര്യം അനുമോള് ചെയ്തിട്ടില്ല. ലാലേട്ടൻ അറിയാം, ബിഗ് ബോസിന് അറിയാം. അങ്ങനെ ഇരിക്കെ ഒരാളെ ഫുഡ് മോഷ്ടിച്ച ഒരാളെന്ന് വിളിക്കുന്നത് തെറ്റാണ്. ചപ്പാത്തി കള്ളി എന്ന് ഒരാളെ വിളിക്കാമെങ്കിൽ തിരിച്ച് അനുമോൾക്കും എന്തെല്ലാം പറഞ്ഞ് വിളിക്കാം അങ്ങോട്ടല്ലേ? അത് വളരെ മോശമായ കാര്യമാണ്. ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നെവിന്റെ കാര്യത്തിൽ അവിടെ പലരും അത് പറയുന്നുണ്ടെങ്കിൽ നെവിൻ അത് ചെയ്തിട്ടാണ്. നെവിൻ പല മോഷണങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് ഗെയിമിന്റെ ഭാഗമായിട്ട്. അല്ലാതെ നെവിൻ വലിയ കള്ളനൊന്നും അല്ലല്ലോ. അയാൾ ഗെയിമിന് ഒരു എന്റർടൈൻമെന്റ് കൊണ്ടുവരാനും ഫണ്ടിനും വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. എന്നിരുന്നാലും ആളത് ചെയ്തു. ഇപ്പൊ തമാശക്കെങ്കിലും അനുമോൾ ഒരു ചപ്പാത്തി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെങ്കിൽ വേണമെങ്കിൽ പിന്നെയും പറയാം. പക്ഷെ അപ്പോഴും ഫുഡാണ്. ഫുഡ് എടുത്തോണ്ട് പോയി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കള്ളി എന്നൊന്നും ആരും വിളിക്കില്ല. ഇവിടെ അനുമോൾ അത് ചെയ്തിട്ടുമില്ല. ആ സാഹചര്യത്തിൽ ഇന്നലെ റന ഫാത്തിമ ചെയ്തത് ഒട്ടും ആവശ്യമില്ലാത്തൊരു പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യൂ.